എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സന്തോഷ വാർത്തകൾ പറയാനുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ സാറിന്റെ കോഴ്സുകളെ കുറിച്ച് അറിയണമെങ്കിൽ ചോദിക്കാം. മെഡിറ്റേഷനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് വേണം സംസാരിക്കാനായിട്ട്. ഓക്കെ, ഹലോ, പറഞ്ഞോളൂ മാം. എൻ്റെ പേര് രേഷ്മ. ഞാൻ കുറേ ദിവസമായിട്ട് മഴയായതുകൊണ്ട് കയറാൻ പറ്റില്ല ക്ലാസ്സിൽ, കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഒരു 69ന്റെ ഒരു ടെക്നിക്കൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്ത് നോക്കി. എന്താ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ക്യാഷാണ് ഞാൻ എഴുതിയത്. അപ്പൊ അത് എനിക്ക് കിട്ടാനുള്ള പൈസ തന്നെയാണ് കോഴ്സ് പഠിപ്പിക്കുന്നതാണ്. അപ്പം അത് പക്ഷേ കുറെ ദിവസം ലേറ്റ് ആയിട്ടാണ് ക്രെഡിറ്റ് ആവാറ്. പക്ഷെ അത് അന്ന് തന്നെ ക്രെഡിറ്റ് ആയി, ആ പൈസ നീക്കിയിട്ട്. പിന്നെ 12 മെത്തേഡ് ഇപ്പൊ ഫുള്ള് തരംഗാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാറിന്റെ ഇതിലാണ്. സാറ് ആദ്യമായിട്ട് നമുക്ക് ക്ലാസ്സിൽ കുറെ നാൾക്ക് മുന്നേ 12 പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ എല്ലാവരും അത് യൂട്യൂബ് എവിടെ നോക്കിയാലും 12 ആണ്, മാജിക് ആണ് കാണാനുള്ളത്. അത് എല്ലാവർക്കും റിസൾട്ട് കിട്ടും. ഞാൻ ചെയ്ത് നോക്കി, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മുന്നേ. 69ന്റെ ഫാസ്റ്റ് റിസൾട്ട് ആണ്. പക്ഷെ അത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തിട്ടില്ല. അത് മാം പറയുന്നത് ക്ലിയർ ആവുന്നില്ല എനിക്ക്. ഒരു റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത ആൾക്ക് സംസാരിക്കാം. ഹലോ, ഹലോ മാഡം, പേര് പറഞ്ഞോളൂ. ഷീല. ആ, പറഞ്ഞോളൂ. ഒത്തിരി ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ല സാറുമായിട്ടൊന്നുമേ. ആ, ഓക്കെ. നമ്മുടെ ക്ലാസ്സുകളിൽ ഏതെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ, അതോ സൺഡേ ലൈവ് ആ, ക്ലാസ്സിൽ മാത്രമാണോ? അല്ല, ഞാൻ ക്ലാസ്സിൽ പങ്കെടുക്കും. ഓക്കെ, ഏത് ക്ലാസ്സിലാണുള്ളത്? ഉം, ഏതാന്ന് ചോദിച്ചാ ഇത് ആദ്യമേ രണ്ട് ഉം, ആദ്യമേ ഇല്ലേ, എന്തോ 800 സംതിങ്ങിന്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ മാഡം. മെഡിറ്റേഷൻ ക്ലാസ്സുകളിലാണുള്ളത് അല്ലേ? ആ, അതില് ഞാൻ പൈസ അടച്ചിട്ട് എനിക്ക് ആ 3 ദിവസം കേറാൻ പറ്റിയില്ലായിരുന്നേ. ആ, നോക്കത്തില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് എന്നിട്ട് പിന്നെ 222ന്റെ ഓണത്തിൽ കയറിയായിരുന്നേ. ഉം. ഉം. പിന്നെ ഈ ക്ലാസ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. എന്നാലും സാറിനോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. സാറിനോട് പേഴ്സണലി മാമിന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അഡ്മിന്മാരുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. ആ നമ്പറിൽ അവരെ വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി, സംസാരിക്കാൻ ആ പറ്റും. ആ ആ ഒരു ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പറയുകയും ചെയ്യാം. ഇനിയിപ്പോ സാറിന്റെ 1-ാം തീയതി പ്രോഗ്രാം ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പൈസ അടയ്ക്കുന്നുണ്ട് മാഡം. ആ, ആ. പിന്നെ പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഇതില് കാണുന്നതുകൊണ്ടൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഓരോ പ്രശ്നത്തിലിരിക്കുന്ന ആളാ. എനിക്ക് ഓക്കെ, 4 അതൊക്കെ പെങ്കൊച്ചുങ്ങളാ. ശരിയാവും. ഓക്കെ പിന്നെ മാം, താങ്ക് യു. സാറിനോട് സംസാരിച്ചിട്ട് പിന്നെ എല്ലാം കറക്റ്റ്. പിന്നെ എനിക്ക് ബുക്ക് മേടിക്കണം. ബുക്ക് ഉം. ഞാൻ പറയുന്നുണ്ട്. അതുപോലെ സന്തോഷമായി 1-ാം മാഡം. തീയതി പ്രോഗ്രാമിന് ബുക്ക് ചെയ്തായിരുന്നെങ്കിലും സാറിനെ കാണാൻ പറ്റുമായിരുന്നു. സാറിന്റെ ലൈവായിട്ട് മെഡിറ്റേഷനും പിന്നെ അന്ന് സാറ് കുറെ അത്രേ കല്ലിന്റെ. അവിടെ വരെ ഒന്നും വരാൻ പറ്റത്തില്ല, ഞാൻ ഒറ്റയ്ക്കൊന്നും. ഓക്കെ, ശരി. അതുകൊണ്ട് ഓക്കെ, നമ്മുടെ അടുത്ത് അപ്പൊ അന്ന് കൊല്ലത്തെങ്ങാണം വരുന്നെങ്കിൽ നാം നോക്കാം. അങ്ങനെ ഒരു കൊല്ലത്തൊന്നും ഇപ്പൊ വരാൻ പറ്റത്തില്ലെന്നാണ് സാറ് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. പിന്നെ ഓക്കെ, അടുത്ത നോക്കട്ടെ. പ്രോഗ്രാമിന് ആ, എവിടാന്ന് അറിയില്ല, അന്നേരം നോക്കാം. അറിയില്ല. ഓക്കെ ഓക്കെ. അപ്പോയിന്റ്മെന്റ് താങ്ക് യു. എടുത്തോളൂ കേട്ടോ. അവരെ ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചിട്ട് നേരത്തെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പം 1-ാം തീയതി വെച്ചോളാം. കഴിഞ്ഞാലും കുറെ ഓക്കെ. ആൾക്കാർ കൊടുക്കുമ്പോൾ വെയിറ്റിംഗിലായി പോവണ്ട. ഓക്കെ, എടുത്തു വെച്ചോളാം. ഓക്കെ മാഡം. ഓക്കെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള മറ്റൊരു ദിവസം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. ഏറെ സന്തോഷത്തോടെ, ഏറെ ഉന്മേഷത്തോടു കൂടി ഇന്നത്തെ ദിവസം കൂടി നിങ്ങളെല്ലാവരും ജീവിതത്തിന്റെ അടുത്തൊരു ഏടിലേക്ക്, അടുത്ത പടവിലേക്ക് നടന്നു കയറാനായി തയ്യാറാവുക. ഓരോ ദിവസവും ജീവിതത്തിന്റെ പുതിയ തുടക്കമാണ് എന്ന് മറക്കാതിരിക്കുക. ഇന്നലെ വരെ എന്ത് സംഭവിച്ചു എന്നതിനെ ഓർത്ത് നിൽക്കാനുള്ളതല്ല ഈ വഴി. മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിശാലമായ പരവതാനി വിരിച്ച വഴി മുന്നിലുണ്ട് എന്നുള്ള
പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി നടക്കുന്നവന് പിന്നിൽ നടന്നു വന്ന കാനനപാതകൾ ഒരിക്കലും വിഷമകരമായിരിക്കില്ല. കാരണം ഓരോ പടികളും നമ്മൾ പിന്നിട്ട് വരുമ്പോഴും ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നവന് എത്ര തന്നെ കയറ്റമുള്ള പടികളാണെങ്കിലും പിന്നിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസുകൾ നമ്മുടെ കയറ്റത്തെ ലളിതമാക്കുന്നു എന്ന് മറക്കാതിരിക്കുക. നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് പിന്നിട്ട വഴികൾ മാത്രമായിരുന്നു ദുർഘടമെന്നും വരാനിരിക്കുന്നത് യാതൊരു തര വിഷമതകളുമില്ലാത്ത ലളിതമായ ഒരു പ്രയാസവുമില്ലാത്ത വഴികളായിരിക്കും എന്നുമാണ്. എങ്കിൽ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ നടന്നു വന്ന വഴികൾ അത്രയും കയറ്റമുള്ളതായിരുന്നു അല്ലെങ്കിൽ പ്രയാസമുള്ളതായിരുന്നു എന്ന് കരുതി നിങ്ങൾ മുന്നോട്ടുള്ള വഴി പ്രയാസരഹിതമെന്ന് കരുതിയാൽ ആ വഴിക്ക് പറയുന്ന പേരെന്തായിരിക്കും? അതായത് നിങ്ങൾ നടന്നു പോകുന്ന മുകളിലോട്ട് കയറി വന്നു, ഒരു സ്റ്റേജിൽ നിന്നു, ഇനി നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ സഞ്ചരിക്കണമെങ്കിൽ ആ വഴി താഴോട്ടുള്ള കുത്തനെയുള്ള അവസ്ഥയായിരിക്കില്ലേ? എങ്കിൽ മാത്രമല്ലേ നമ്മൾ വെറുതെ നിന്ന് കൊടുത്താലും ഇറങ്ങിപ്പോകുന്നത്. ഒരു വണ്ടി കുന്ന് കയറി പോയി കഴിഞ്ഞാൽ, കുന്നിന്റെ മുകളിലെത്തിയാൽ പിന്നെ അടുത്തത് ഇറക്കം ആണെങ്കിൽ ന്യൂട്രൽ ഗിയറിട്ടും പോകാൻ പറ്റും. അവിടെ പെട്രോളും ഡീസലും ഒന്നും വേണ്ടാതെ വണ്ടി പോകാൻ പറ്റും. അത് വേണോ നിങ്ങൾക്ക് നമുക്ക് ജീവിതത്തിൽ? അല്ല, സമപാതയുണ്ടാവണമോ അടുത്ത കയറ്റം ഉണ്ടാവണോ എന്ന് തീരുമാനിക്കാമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ ന്യൂട്രൽ ഒരു തരത്തിലുള്ള പ്രയാസം എന്നല്ല പറയാം, ഒരു തരത്തിലുള്ള എഫേർട്ടും എടുക്കാതെ മുന്നോട്ട് പോകാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ഒത്തിരിയേ ഉള്ളൂ, അത് ചെങ്കുത്തായ ഇറക്കമായിരിക്കും. അവിടെ നിന്നു കൊടുത്താൽ മതി, പൊക്കോളും. അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെ ഒരു പാത നമുക്ക് വേണമെന്ന്, റോഡ് വേണം, വഴി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പേര് പറഞ്ഞ് എനിക്കത് മതിയെന്ന്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോ വഴികളും, മുന്നോട്ട് പോകുന്ന വഴികൾ അത്രയും നമ്മൾ ബോധപൂർവമുള്ള പടികൾ ചവിട്ടി കയറി അല്ലെങ്കിൽ കുന്ന് കയറി തന്നെ പോകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ജീവിതം സുഖകരമാവുകയുള്ളൂ എന്ന് അറിയുക. പക്ഷേ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, പിന്നിട്ട വഴിയിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടുള്ള വഴികൾ അത്രയും ലളിതമായി പോവാൻ നമ്മൾ പഠിക്കുന്നു. ചെറുപ്പകാലത്ത് കുഞ്ഞായിരിക്കുമ്പോൾ കാലെടുത്ത് വെക്കാൻ വളരെ പ്രയാസമായിരുന്നു. കാലെടുത്ത് വെച്ചാൽ താഴെ വീഴുക. എല്ലാ മനുഷ്യ ജന്മങ്ങളും കാലെടുത്ത് വെക്കുമ്പോൾ വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് നടക്കാൻ പഠിച്ചത്. പക്ഷെ നടക്കാൻ പഠിച്ചപ്പോഴോ പഠിച്ച ആ സിറ്റുവേഷനെ അവൻ മറന്നു കളഞ്ഞു. ഞാൻ പഠിച്ചു എന്ന ബോധത്തിൽ പൂർണ്ണമായി നടക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു പാഠമായിരുന്നെങ്കിൽ, ഇന്നലെ നഷ്ടപ്പെട്ട നമ്മുടെ പല കാര്യങ്ങളും ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് എൻ്റെ ജീവിതത്തിലേക്കുള്ള പടികളായിരുന്നു, അല്ലെങ്കിൽ പാഠമായിരുന്നു. ഇനി വീണ്ടും ഞാനത് ആവർത്തിക്കാതെ മുന്നോട്ട് പോകേണ്ട ആവശ്യമാണെന്ന് അറിയാമല്ലോ, മനസ്സിലാക്കാമല്ലോ. അതായത് ഒന്നുകൂടി പറയാം, ചിലപ്പോൾ മനസ്സിലായി കാണില്ല. ചെറുപ്പത്തിൽ നമ്മൾ നടന്ന് പഠിക്കുമ്പോൾ ഒരുപാട് വീഴ്ചകൾ നടന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ നടന്നു പഠിച്ചു, നമ്മൾ നടക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന നമ്മൾ ആ നടക്കാൻ പഠിക്കുന്ന സമയത്തുള്ള വീഴ്ചകളെ ഓർക്കുന്നില്ലേ? എന്നിട്ട് അത് ഓർത്തിട്ട് പരിതപിച്ച് നിൽക്കാറുണ്ടോ? അത് എന്റെ ഭാഗമാണ് എന്ന് കരുതി നമ്മൾ മുന്നോട്ട് പോവുകയാണോ ചെയ്യുന്നത്? ഒരിക്കലും വീണ്ടും അങ്ങനെ വീഴാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ ഓട്ടോമാറ്റിക് എടുക്കുന്നുണ്ട്. നമ്മൾ വീഴുന്നുമില്ല. പക്ഷെ ജീവിതത്തിലേക്ക് ഇത് ഇതേപോലെ വരുമ്പോൾ, നിങ്ങൾ ഒരാൾക്ക് കടം കൊടുക്കുകയും അല്ലെങ്കിൽ കാശ് കിട്ടാതിരിക്കുകയും അല്ലെങ്കിൽ ബിസിനസ് വളരെ നല്ല രീതി പോകാതിരിക്കുകയും അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെ എന്താ പറയാ ഇഷ്ടപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു? ആ പഠനം തുടർ ജീവിതത്തിൽ നിങ്ങൾ അത് അനുഭവമാക്കി മാറ്റാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ മാറ്റാതിരുന്നാൽ പിന്നെ അന്ന് നിങ്ങളെ ചെറുപ്പം മുതൽ ജന്മനാ പഠിപ്പിച്ചു വെച്ച കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ബോധത്രയും വലുതായി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഇത്ര ലളിതമായി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇന്നലെ സംഭവിച്ചതെല്ലാം പാഠങ്ങളായിരുന്നു. വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ അത് ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് മാത്രം ഓർമ്മിച്ചോളൂ. ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ തുടങ്ങിക്കോളൂ. കാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. ഒരു പ്രാവശ്യം കഴിച്ചവർ വീണ്ടും കഴിക്കണ്ട, ഡബിൾ ആവണ്ട. കാപ്സൂൾ ഇന്ന് കുറച്ചേ തരാനുള്ളൂ. ഇന്ന് കുറച്ച് മോട്ടിവേഷൻ അത്ര വലിയ കൂടുതൽ വേണ്ട. അപ്പൊ ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി. യെസ്, കമോൺ.
കമോൺ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഞാൻ ഈ ക്ലാസ് വീണ്ടും ഞാൻ പറയുന്നു, ഈ ക്ലാസ്സിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല ഇന്നത്തെ വിഷയം, നമ്മൾ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കാണ് വിഷയം. ചില സമയത്ത് ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിച്ച് നോക്കാറുണ്ട്, എന്താണ് ഇങ്ങനെ ഇന്നിപ്പോ അത് കോടീശ്വര യോഗം എന്നതിനെ പറ്റിയിട്ടൊരു ടെക്നിക്ക് പഠിപ്പിക്കാനാണ് ആഗ്രഹിച്ചു വന്നത്. പക്ഷെ ഇവിടെ വളരെ കുറച്ച് ആൾക്കാരെ ഇന്നുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ടെക്നിക്ക് വേണ്ടായിട്ടായിരിക്കും ആൾക്കാർ വരാത്തത്. അപ്പൊ ടെക്നിക്ക് പഠിപ്പിക്കണ്ടല്ലോ അല്ലേ? കാരണം ആൾക്കാരില്ലാത്ത നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒരു സുഖമല്ലോ. ടെക്നിക്കൊക്കെ പഠിപ്പിക്കുമ്പോൾ 500 ആൾക്കാരൊക്കെ കാണും. അപ്പൊ ഇതിപ്പോ എന്റെ ക്ലാസ് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി, അപ്പൊ ഞാൻ ഇന്നൊരു കാര്യം ചെയ്തു, നിങ്ങൾക്ക് കുറച്ച് റിയലൈസേഷൻ പറഞ്ഞുതരാം, ഫിലോസഫി പറയും. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഒരു കോടീശ്വര യോഗം നമ്മളിലേക്ക് വരുന്നത് എന്ന് പഠിപ്പിക്കും. കോടീശ്വര യോഗം ഉണ്ടാക്കുന്നില്ലെന്ന്, യോഗം എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്താണ് ഈ കോടീശ്വര യോഗം എന്ന് പറയുന്നതല്ലേ നല്ലത്? അല്ല കോടീശ്വരനാവാൻ ടെക്നിക്ക് പഠിപ്പിക്കണം, എന്താ വേണ്ടത് നിങ്ങൾക്ക്? കോടീശ്വര യോഗം എന്താണെന്നുള്ള ഫിലോസഫി, എന്റെ വേദാന്തം പഠിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. അല്ല അതൊന്നും എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് കോടീശ്വരനായാൽ മതി എന്നാണെങ്കിൽ 2 ടൈപ്പ് ചെയ്യുക. നോക്കട്ടെ എന്റെ കുട്ടികൾ എത്രത്തോളം ബ്രില്യൻസ് ആണ് നോക്കട്ടെ. ആ രണ്ടും അത് വേണ്ട, ഏത് ഒരു ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, രണ്ടിന്റെ ഇടയിൽ കളിക്കരുത്, BJP കളിക്കരുത് നിങ്ങൾ. യെസ്, വളരെ ബ്രില്യൻ്റ് ആണ്. നമ്മള് ഒരു ടെക്നിക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അത് ചിലപ്പോൾ നമ്മളിൽ വന്നെന്ന് വരാം, സ്വാഭാവികമായി വന്നെന്ന് വരാം. തിരിച്ചടവ് നടത്തിയാൽ പോരെ, പിന്നെന്തിനാണ് തിരിച്ചടവ് നടക്കണം എന്ന് പറയുന്നത്? നടത്തേക്കണം, വേറെ ആരും നടത്തില്ലല്ലോ, നമ്മൾ തന്നെ നടത്തണം. അല്ലേന്ന് വേറെ ആരും കൊണ്ടുവന്നിട്ട് തന്നിട്ട് തിരിച്ചടവ് നടത്തിയാൽ അവർക്ക് പിന്നെ തിരിച്ചടവ് കൊടുക്കണ്ടേ? അപ്പോൾ ശരി, അതാണ് ലാസ്റ്റ് പറഞ്ഞത്, ഗിരിജ സുരേഷ് പറഞ്ഞതാണ് അതിന്റെ ഏറ്റവും പ്രധാനം. ടെക്നിക്ക് കൊണ്ട് കാര്യമില്ല, നിങ്ങൾ പഠിക്കുകയാണ് മനസ്സിലാവേണ്ടത്. പഠിക്കുക, എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ടെക്നിക്ക് പഠിച്ചാൽ അത് ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരും. പക്ഷെ ഫ്യൂച്ചറിൽ നിങ്ങൾ വീണ്ടും അത് ആവർത്തിക്കും, അതേ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കും. അത് ഉണ്ടാവാൻ ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ, തിരിച്ചടവ് എങ്ങനെയെങ്കിലും നടന്നാൽ മതി. ശരിയാണ്, നിങ്ങൾക്ക് ലോണിന്റെ തിരിച്ചടവ് നടക്കും. എങ്ങനെ? മറ്റു സ്ഥലത്ത് നിന്ന് തിരിക്കും, എന്നിട്ട് അടക്കും. ഇതാണ് ചെയ്യുന്നത്. തിരിച്ചടവ് നടക്കാൻ വാക്കിലെല്ലാം കൃത്യമായ മീനിങ് വെച്ചിട്ടുണ്ട്. തിരിച്ചടവ് നടക്കും, എങ്ങനെയാ? തിരിച്ച് അടക്കും, വീണ്ടും തിരിച്ചടക്കും, പിന്നെ വീണ്ടും തിരിച്ചടക്കും. അവസാനം എന്ത് തിരിയും? ഇവിടെ ഒരു സാധനം തിരിയും അല്ലേ? അവസാനം ഇത് തിരിഞ്ഞങ്ങ് പോകും. സത്യമാണ്. നിങ്ങൾ ഇത്ര പറയുമ്പോ കുറച്ച് മനസ്സിലാക്കാൻ വിഷയമാണെന്നേ ഉള്ളൂ. ഇതിങ്ങനെ കറക്കി അവസാനം ഉണ്ടല്ലോ, ഇങ്ങനെ കിടന്ന് കറങ്ങിയാൽ എന്ത് സംഭവിക്കും? നിനക്കൊന്ന് ടെസ്റ്റ് ചെയ്യണോ? എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് കറങ്ങി, ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് കറങ്ങി, എന്താ പിന്നെ സംഭവിക്കാന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇവിടുന്ന് തിരിച്ചോ, അവിടുന്ന് തിരിച്ചോ, അവിടുന്ന് വീണ്ടും തിരിച്ചോ, ഇവിടുന്ന് തിരിച്ചോ, അവസാനം സംഭവിക്കാതിരിക്കട്ടെ. തല കറങ്ങുക മാത്രമല്ല, അവിടെ വീഴും, ഉറപ്പാണ്. നല്ല കറക്കം കറങ്ങിയാൽ വീഴും. എല്ലാവരും വീണിട്ടുണ്ട്. തിരിച്ചടച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ എല്ലാവരും വീണിട്ടുണ്ട്. വീഴാത്ത ഒരാളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് പോകാം. ഇതല്ല ജീവിതം. ഇനിയെങ്കിലും മനസ്സിലാക്കൂ, ദയവ് ചെയ്ത് മനസ്സിലാക്കൂ, ഇതല്ല ജീവിതം. ജീവിതത്തിൽ നമ്മൾ പലതും അറിവില്ലായ്മ കൊണ്ട് എന്നും പറയുന്നില്ല, തോന്നിയവാസം കൊണ്ടെന്നൊക്കെ ചിലപ്പോൾ വാക്ക് ഉപയോഗിക്കേണ്ടി വരും. ഒന്നുമില്ല. ഓക്കെ, ശരി. നോക്കൂ, ഇന്ന് നമ്മൾ പണത്തിനെ പറ്റി തന്നെ പറയാം. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. വീണ്ടും പണം, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം, നിങ്ങൾ എത്രത്തോളം അത് ഉൾക്കൊള്ളുന്നു എന്ന് മാത്രം പറയുക. ഞാൻ ഒന്നുകൂടി പറയാം, ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, നിങ്ങൾ അത് യെസ് ഓർ നോ എന്ന് പറയണം, ടൈപ്പ് ചെയ്യണം. പണം ദൈവത്തിന്റെ സൃഷ്ടിയല്ല, മനുഷ്യന്റെ സൃഷ്ടിയാണ്. എത്ര പേര് ഇത് അംഗീകരിക്കുന്നു? പണം ദൈവത്തിന്റെ സൃഷ്ടിയല്ല, മനുഷ്യന്റെ സൃഷ്ടിയാണ്. ശരിയോ തെറ്റോ?
പറയട്ടെ. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറയാം, പണം ദൈവത്തിന്റെ സന്ദേശമല്ല, മനുഷ്യന്റെ മറുപടിയാണ്. പണം ദൈവത്തിന്റെ സന്ദേശമല്ല, മനുഷ്യന്റെ മറുപടിയാണ്. ഇത് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില ഘടകങ്ങൾ അതിനകത്തുണ്ട് എന്ന് കൃത്യമായി പറയാം. നമ്മൾ പലപ്പോഴും കരുതി വെക്കാൻ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം കരുതി വെക്കുന്നതാണ് പണം എനിക്കില്ലാത്തത് ദൈവത്തിന്റെ കോപമാണ്, ഭാഗ്യമില്ല. ഒരിക്കലും അങ്ങനെ അല്ല എന്ന് സത്യം നിങ്ങൾക്കറിയാം. നമ്മൾ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മാത്രമാണ് നമ്മുടെ കയ്യിൽ പണമുള്ളതും ഇല്ലാത്തതും. 100% ഇത് ശരിയല്ലേ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മാത്രമാണ് നമ്മുടെ കയ്യിൽ പണമുള്ളതും ഇല്ലാത്തതും. കാശുകാരൻ എന്തുകൊണ്ട് കാശുകാരനായെന്ന് ചോദിച്ചാൽ, അവൻ കാശ് ഉണ്ടാക്കാനുള്ള പണി ചെയ്തത് കൊണ്ട് അവൻ കാശുകാരനായി. കാശില്ലാത്തവന്റെ കയ്യിൽ എന്തുകൊണ്ട് കാശില്ല എന്ന് ചോദിച്ചാൽ, അവൻ കാശുണ്ടാക്കാനുള്ള ഒരു പണിയും ചെയ്യുന്നില്ല, അതുകൊണ്ട് അവന്റെ കയ്യിൽ കാശില്ല. പണം മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവമേറിയ വിഷയം തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. ഒന്നുകൂടി പറയാം, പണം മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവമേറിയ വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ്. പണം മനുഷ്യന്റെ ജീവിതത്തിൽ മാത്രമാണ്, ദൈവത്തിന്റെ ജീവിതത്തിൽ, ദൈവത്തിന്റെ അവസ്ഥയിലേക്ക് അതിന് യാതൊരു കണക്ടിവിറ്റിയും ഇല്ല. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് എന്റെ ആവശ്യത്തിന് പണം തരൂ എന്ന് പറഞ്ഞാൽ, എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത നിമിഷത്തിൽ കയ്യിലുള്ള 5 രൂപയോ 10 രൂപയോ തൊട്ടടുത്ത് ഭണ്ഡാരത്തിലേക്ക് ഇടും. ആർക്കാണ് കൊടുക്കുന്നത്? ദൈവത്തിന്. ഇവൻ പറഞ്ഞതും അവിടെ ചെയ്തതും തമ്മിലുള്ള അജഗജാന്തര വ്യത്യാസം കണ്ടോ? ദൈവത്തോട് ചോദിക്കുന്നു, എനിക്ക് പണം തരൂ എന്ന് പറയുന്നു, എന്നിട്ട് കൈക്കൂലിയായിട്ട് ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുന്നു. എന്താ കഥ? ഇതല്ലേ മനുഷ്യൻ ചെയ്യുന്നത്? ഇല്ലെങ്കിൽ അടുത്ത വേറൊരു കാര്യമുണ്ട്. ദൈവമേ പറയുന്നത് തരും, അടുത്ത വീട്ടിലെ അവൻ വണ്ടി വാങ്ങിച്ചു, എവിടുന്ന് മോഷ്ടിച്ചതാണെന്തോ എന്നറിയില്ല, അവൻ എന്നെ ശപിച്ചിട്ടാണ് എനിക്ക് കാശില്ലാതെ, അവൻ മുട്ടിഞ്ഞ് ഡാഡാഡായി പോണേന്നും പറഞ്ഞ് കാശ് ഒഴിഞ്ഞിട്ട് വെച്ചു ദൈവത്തിന്റെ അടുത്ത് എങ്ങനെ പറയാം, നമ്മുടെ നാട്ടിലെ ഗുളിയന് കലശം, അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ദേവിയുടെ അടുത്ത് ഒരു പൂജ, എന്തിനാന്നറിയോ? അവൻ എന്തോ ചെയ്തു തന്നെ. നീ പണിയെടുക്കാഞ്ഞിട്ടാണ് കാശില്ലാത്തതെന്നുള്ള ബോധത്തിന് പകരം അവൻ പണിയെടുത്ത്, രാവിലെ കൊണ്ട് വൈകിട്ട് പണിയെടുത്തപ്പോൾ കാശുണ്ടാക്കി. നീ കാശില്ലാതെ പണിയെടുക്കാത്തതുകൊണ്ട് എന്നിട്ട് ദൈവത്തിന് കലശം വെക്കാണ്ട്, ദൈവം എനിക്ക് വെച്ച് കാശുണ്ടാക്കാൻ തരാനായിട്ട്. ഞാൻ പറഞ്ഞ കുറച്ച്. അപ്പോ പണം മനുഷ്യന്റെ ജീവിതത്തിലെ ഗൗരവമേറിയ വിഷയം, അതിൽ യാതൊരു തർക്കവും ഇല്ല. സാർ, സ്വർണ്ണ നെല്ലിക്ക പേയിച്ച ശങ്കരാചാര്യർ ആര് പറഞ്ഞു തരുന്ന കഥകളാണ് ഇതൊക്കെ? ആ കഥയുടെ മീനിങ് ആണ് അറിയേണ്ടത്. സ്വർണ്ണ നെല്ലിക്ക ഒരു ശങ്കരാചാര്യനും ഒരു സ്ഥലത്തും പേയിപ്പിച്ചിട്ടില്ല. ഒരു കഥ പറയുമ്പോ, വേദാന്തങ്ങൾ പറയുമ്പോ അതിലെ അന്തസത്തയ്ക്കാണ് പ്രാധാന്യം, അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള അർത്ഥങ്ങൾക്കല്ല. ശങ്കരാചാര്യർ അങ്ങനെ പേയിച്ചെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് പേയിപ്പിക്കുന്നതെന്ന് കൂടി അറിയുക. നിങ്ങൾ ഇങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നും ചിന്തിച്ച് നടക്കരുത് കേട്ടോ. അപ്പോ എന്നാൽ മനുഷ്യന്റെ ഞാൻ പറഞ്ഞത്രേ, പണം മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവമേറിയ വിഷയങ്ങൾ ഒന്നാണ്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ആലോചന പലപ്പോഴും അവന് പരിമിതങ്ങളാണ് എന്നാണ്. ചിലർ പണത്തെ ദൈവത്തെ പോലെ കരുതുന്നു, മറ്റു ചിലർ പണത്തെ ശാപമായി കരുതുന്നു. നിങ്ങൾ ഇതിൽ ഏതിലാണ് പ്രാധാന്യമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. പണത്തെ ദൈവത്തെ പോലെ കരുതുന്നവൻ ആരാധനയോടെ, വിശ്വാസത്തോടെ, ഇഷ്ടത്തോടെ കാത്തു സൂക്ഷിക്കേണ്ട പവിത്രമായ രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവനും, ശാപത്തെ പോലെ കരുതുന്നവൻ പറയുന്ന വാക്കാണ്, എനിക്ക് ഭാഗ്യമില്ല, അല്ലെങ്കിൽ കാശ് എന്റെ കയ്യിൽ വരില്ല, എനിക്കതിൽ യോഗമില്ല. കാരണം എന്താ, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന അവിടെയാണ്. ഉള്ളവൻ ഒരിക്കലും അങ്ങനെ പറയില്ല, ഇല്ലാത്തവൻ മാത്രമേ ഇത് പറയുള്ളൂ. എന്ന് വെച്ചാൽ ഇത് പറയുന്നത് കൊണ്ടാണ് അവൻ ഇല്ലാത്തത് എന്ന സത്യം കൂടി മനസ്സിലാക്കുക. എന്റെ കയ്യിൽ പണമില്ല, ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ പണവും പറയും വരില്ല വരില്ല വരില്ല. ഇത്രേ ഉള്ളൂ അർത്ഥം.
എനിക്ക് കടമാണ്, കടമാണ്, കടമാണ്. അപ്പൊ കടം പറയും ഞാനുമുണ്ട്, ഞാനുമുണ്ട്, ഞാനുമുണ്ട്. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നത് ഏറെ പ്രധാനമാണ്. ദൈവത്തെ പോലെ കാണുന്നവൻ ചിലപ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ദൈവത്തെ പോലെയാണ് കാണുന്നതെങ്കിൽ ദൈവം എപ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ളത്? ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള സമയം എപ്പോഴാണ്? എപ്പോഴാണോ നിങ്ങൾ ഉള്ളൊരുക്കി വിളിക്കുന്നത്, എപ്പോഴാണോ ദൈവത്തെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്, ആ സമയത്ത് അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അതുവരെ അതിന് ഒരു തരത്തിൽ നമുക്ക് ഇതുണ്ടോ ഇല്ലയോ എന്ന് വിശ്വസിക്കാൻ നമുക്ക് അറിയ പോലുമില്ല. നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് സംഭവിച്ചിരിക്കും. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പോൾ പറഞ്ഞു, പണത്തെ ഞാൻ ദൈവത്തെ പോലെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നത് എന്തിനാണ്? എന്റെ കയ്യിൽ കാശില്ല. അതെങ്ങനെ? ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു, എനിക്ക് ദൈവത്തെ അറിയില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്ന് ഞാൻ വിളിക്കുന്നുവോ, എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവോ, അപ്പോൾ അതോടെ എത്തിയിരിക്കും. അത് തെളിവാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ പണത്തെ എങ്ങനെ കാണുന്നു? ഇല്ല എന്നല്ലേ പറയുന്നത്? ഉണ്ട്, ദൈവമുണ്ട് എന്ന സത്യം പോലെ തന്നെ പണമുണ്ട് എന്ന സത്യം നമുക്കറിയാം. പിന്നെ നമ്മൾക്ക് എന്തുകൊണ്ട് ഇതില്ല എന്ന് നമ്മൾ പറയുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കണേ. എത്രയും അബദ്ധങ്ങളാണ് നമ്മൾ കാണിച്ചു കൂട്ടുന്നതെന്ന് ആലോചിക്കുക. പണമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടും ഒന്നിച്ചു കൂട്ടി വെച്ചു എന്ന് കരുതിക്കോ. എന്നിട്ട് പറയണെന്താ? അയ്യോ, അത് മേടിക്കാൻ എൻ്റെ പണമില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ എൻ്റെ പണമില്ല എന്ന് പറയുന്നു. അത് വാങ്ങിക്കണോ? ആത്മാർത്ഥമായി ആഗ്രഹിക്കൂ, എന്നിട്ട് വിളിക്കൂ, എനിക്ക് വരൂ, എൻ്റെ അടുത്ത് വരൂ, എനിക്കത് ചെയ്യാനുണ്ട്. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ. ആത്മാർത്ഥമായി ദൈവത്തെ വിളിക്കുന്ന അതേപോലെ, ദൈവത്തെ വിളിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അത് ഓരോ ആളും വ്യത്യസ്തമാണ്, അത് സബ്ജക്ട് ടു ദ കണ്ടീഷൻ. അതേപോലെ നിങ്ങൾ ആത്മാർത്ഥമായി, ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ നിന്ന് എങ്ങനെയാണോ ഞാൻ വിളിക്കാറുള്ളത് അതുപോലെ. അപ്പൊ അതുപോലെ ആത്മാർത്ഥമായി വിളിക്കൂ, അതേപോലെ നിങ്ങൾ പണത്തെ വിളിക്കൂ, അത് വരിക തന്നെ ചെയ്യും. യാതൊരു തർക്കവും ഇല്ല. അത് ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആവശ്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഉദാഹരണം പറഞ്ഞ പോലെ, അഡ്മിൻ എഴുതി വെച്ചു, എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല, എഴുതി വെച്ചു, എനിക്കത് കിട്ടണം. ഏത് വഴി എന്നതൊക്കെ മറ്റൊരു രൂപത്തിലാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു. എനിക്ക് 2000 രൂപ വേണം എന്ന് എഴുതി വെച്ചിട്ട് 2000 രൂപ എവിടെ നിന്നൊക്കെ വരും? ഈ പണി ചെയ്താൽ 2000 കിട്ടും, ഈ പണി ചെയ്താൽ 2000 കിട്ടും. നമ്മൾ 3-4 വഴികൾ മാത്രം ആലോചിച്ച് വെച്ചിരിക്കും. അതിൽ കൂടുതലൊന്നും നമുക്ക് ആലോചിക്കാൻ, ഇതിനകത്ത് അത്രയും ഇതൊന്നും ഇല്ല. നമുക്ക് ആകെ ആലോചിക്കാൻ പറ്റും 3-4 വഴികൾ. ആ വഴികൾ തെളിഞ്ഞില്ലെങ്കിൽ അവിടെ ആ വഴി അടഞ്ഞു. കാരണം ദൈവത്തിനോട് നമ്മൾ വഴികൾ തുറക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ വഴി കണ്ടെത്തും, ഞാൻ തന്നെ തീരുമാനിക്കും, എന്നിട്ട് ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയും. പിന്നെ അത് കിട്ടാതിരിക്കും, പറയും എന്തുവാ ഇത്, സംഭവിച്ചില്ല എന്ന് പറയും. അങ്ങനെ ആവരുത്. നമ്മൾ ഓപ്പൺ ചെയ്യണം എല്ലാം. അപ്പോൾ സത്യസന്ധമായ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, പണം ഒരു എനർജി ഫ്ലോ ആണ്. അതിന്റെ സ്വഭാവം നമ്മുടെ വിശ്വാസങ്ങളെ ആശ്രയിച്ചാണ് രൂപപ്പെടുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ പണം, അത് ഒന്നുകൂടി പറയാം, പണം ഒരു എനർജി ഫ്ലോ ആണ്. ഊർജ സിദ്ധാന്തത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഊർജത്തിൽ വെച്ച് ഒരു ഫ്ലോ ആണ്. എനർജി എന്ന് പറയുന്നത് ദൈവമായാലും പണമായാലും ഇതെല്ലാം ഒരു എനർജിയാണ്. നമ്മൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു എനർജി മാത്രമാണത്. നമ്മുടെ ദൈവികത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള എനർജി മറ്റൊന്നിനായിരിക്കും, വ്യത്യസ്തമായിരിക്കും. അതേപോലെ നമ്മുടെ പണം എന്ന് പറയുന്നത് നമ്മുടെ എനർജിയാണ്. എനർജി, അതിലുള്ള ഫ്ലോ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് ഒന്നുകൂടി വ്യക്തമായി പറയാം, എഴുതി വെച്ചോളൂ കൃത്യമായിട്ട്. പണം ഒരു എനർജി ഫ്ലോ ആണെന്നും അതിന്റെ സ്വഭാവം നമ്മുടെ വിശ്വാസങ്ങളെ ആശ്രയിച്ചാണ് രൂപപ്പെടുന്നതെന്നും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആ ഫ്ലോ നടത്താനായിട്ട് എന്ത് ചെയ്താൽ മാത്രം മതി? നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ ഒന്ന് പൊളിച്ചടക്കി എഴുതിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ പണമില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതുമായിട്ടുള്ള നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ തെറ്റാണ് എന്നതാണ്. അത് ശരിയാക്കി കഴിഞ്ഞാൽ അവിടെ ഫ്ലോ നടക്കും, നമ്മളിലും സംഭവിക്കും. ഇത്രയും കാര്യം വ്യക്തമായി മനസ്സിലായല്ലോ. ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് പണത്തിന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ അടിസ്ഥാനം എന്നറിയണം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാം. എന്താണ് നമ്മുടെ
സമ്പത്തിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ. കഴിഞ്ഞ ഒരു ഒരു ദിവസം ഒരാൾ എന്നോട് സംസാരിക്കുകയുണ്ടായി. സാറേ, തീരെ കാശ് പണമില്ല, ആകെ സാമ്പത്തിക വിഷമത്തിലാണ്, ഒന്നുമില്ല, ആകെ ഇതായി കിടക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് കര കയറിയാൽ മതി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ സംഭവം, എങ്ങനെയെങ്കിലും ഒന്ന് കര കയറി. അങ്ങനെ ഞാൻ സംസാരിച്ചു എന്താ പറ്റിയ, നിങ്ങൾക്ക് ഒന്നുമില്ലാതെ. സാറെ, 10 പൈസ കയ്യിലെടുക്കാനില്ല, ആകെ പരിതാപസ്ഥയിലാണ്. അതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്ര കാലം അപ്പൊ ജോലി നോക്കും, നല്ല ജോലിയായിരുന്നു, നല്ല ശമ്പളത്തിൽ ജോലിയായിരുന്നു, ഭാര്യയും ഭർത്താവും രണ്ടുപേർക്കും ജോലിയാണ്, മക്കൾ രണ്ടുപേരും നല്ല നിലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാ അപ്പൊ കാശില്ലാതെ? സാറേ, അതെന്താ പറ്റിയെന്നറിയോ? ഞങ്ങൾ ഉള്ള കാശെല്ലാം കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു 8.5 കോടി രൂപയുടെ സ്ഥലം വാങ്ങിച്ചു. അങ്ങനെ പൈസ മുഴുവൻ അതിനകത്ത് പോയി, കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കടവും വാങ്ങിച്ചു, ആ സ്ഥലം വാങ്ങിച്ചു വെച്ചു. അതെന്തിനാ വാങ്ങിച്ചതെന്ന് വെച്ചാൽ മകൾക്ക് സ്ത്രീധനം കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു. കയ്യിലുള്ള മുഴുവൻ കാശും കൊടുത്ത് എല്ലാം എടുത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അത് നിങ്ങൾ ആരുടെ പേരില? അത് എന്റെ പേരിൽ തന്നെ ഉണ്ട്, അത് ഞങ്ങളുടെ പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ സമ്പത്ത്, പണമില്ല എന്നത് ഏതിലാണ് സംഭവിച്ചിരിക്കുന്നത്? അല്ല, ഒന്നുമില്ല എന്നല്ല, എൻ്റെ പണമില്ല എന്ന് മാത്രമേ, പൈസ ക്യാഷ് ആയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, മറ്റെല്ലാം എൻ്റെ ഉണ്ട് എന്ന് കുറച്ച് ഡിസ്കഷൻ കഴിഞ്ഞപ്പോ മാറ്റി പറഞ്ഞു. ആദ്യം പറഞ്ഞത് എൻ്റെ ഒന്നുമില്ല. അപ്പൊ മൊത്തം ഞാനിങ്ങനെ കണക്കൂട്ടി നോക്കിയപ്പോ അവർക്ക് ചെറിയ അസറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്ലാസ്സിൽ ഇല്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ പറയാണ്. അവർക്ക് മൊത്തത്തിൽ ഭാര്യയും ഭർത്താവും മക്കൾക്കും ഇപ്പൊ നിലവിലുള്ള അവസ്ഥയിൽ കൂടി ഒരു 22 കോടി രൂപയുടെ അസറ്റ് മാത്രമേ ഉള്ളൂ. സ്വത്ത് മാത്രമാണ്, വീടും വളർത്തും. ഒരു 22 കോടി രൂപയുടെ ഉള്ളൂ. ഇത്രേ അവരുള്ളൂ. പെൻഷൻ മാസം ഒരു 70,000 രൂപ മാസം പെൻഷൻ വരും, മക്കളുടെ ജോലി. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഒന്നുമില്ല. ഇത്തരം ആൾക്കാരോട് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് ആലോചിച്ച് നോക്കേ. എന്തായിരിക്കും പറയാ? ഇതാണ് മനുഷ്യന്റെ വിശ്വാസ പ്രമാണങ്ങൾ. 8.5 കോടി രൂപയുടെ സ്ഥലം മേടിച്ചിട്ട് മകൾക്ക് സ്ത്രീധനം കൽപ്പില്ല ആള് പോലും പറയുന്നു എന്റെ ഒന്നുമില്ല. ഇവിടെ 20,000 രൂപ എടുക്കാനില്ലാത്ത ആളും പറയുന്നു സാറേ ഒന്നുമില്ല, നമ്മളിൽ ഒന്നുമില്ല. അപ്പൊ ഏതിനെയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ചിലപ്പോൾ വണ്ടർ അടിച്ചു പോകും. അതിൽ എന്നിട്ട് ലാസ്റ്റും പറയണം, ഇല്ല സാറേ ഒന്നുമില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. ഇനി ഈ മാസം പെൻഷൻ കിട്ടി 63,000 രൂപ കിട്ടും. ഇപ്പൊ ചെലവ് 80,000 രൂപയാണ്. എന്താ ചെലവെന്നറിയോ? കുറച്ച് EMI അടക്കാറുണ്ട്. 24 ഈ ലോൺ എടുത്തപ്പോൾ കുറച്ച് ലോൺ കൂടി എടുത്തിട്ടുണ്ട് ആ സ്ഥലത്തിന്. അതിന് EMI 2 EMI ഉണ്ട്. അതെല്ലാം കൂടി 20,000 സംതിങ്, 30,000 സംതിങ് ആയിട്ടോ EMI പോവും. ബാക്കി 30,000 സംതിങ് ഉള്ളിൽ അങ്ങനെ ജീവിക്കും. ഇത്രയേ പറയാനുള്ളൂ. നമിക്കുന്നു എന്ന് മാത്രമേ പറയൂ. ഞാനൊക്കെ അത്രയും ഉണ്ടായിരുന്നു, എപ്പോഴും എവിടെ എത്തി, നിനക്ക് നിർത്തിയിട്ട് വീട്ടിൽ സുഖമായിട്ട് ഊർക്കം വലിച്ചു കിടന്നുറങ്ങിയത് അല്ലേ? മനസ്സിൽ പണം എന്നതിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളെ മാറ്റുക. മണി ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ വെൽത്ത് ബിലീഫ്സ് ആണ് ഞാൻ പറയുന്നത്. മനുഷ്യന്റെ ധനശേഷിയെ അവനവൻ നിർണയിക്കുക. വാട്ട് വി റിപ്പീറ്റഡ്ലി ടെൽ അവർ സെൽഫ് ബിക്കം ഹാർഡ്വെയർ ഇൻ അവർ സബ് കോൺഷ്യസ് എന്നാ പറയും. നമ്മൾ എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുകയും ദ സബ് കോൺഷ്യസ് മൈൻഡ് ഡ്രൈവ്സ് 95% ഓഫ് അവർ ബിഹേവിയർ എന്ന് പറയും. നമ്മൾ അതായി തീരുകയും ചെയ്യുന്നു എന്ന് ലളിതമായി പറഞ്ഞു. അത് എന്താണോ നമ്മൾ റിപ്പീറ്റഡായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്, നമ്മൾ അതായി തീരുന്നു. അപ്പോൾ പണമില്ല എന്തായി തീരുമെന്ന് ചോദിച്ചാൽ അതില്ലാതായി തീരുക തന്നെ ചെയ്യുക. എന്താണ് ഇല്ലാതായി തീരുക? പണമില്ലാതായി തീരും. യാതൊരു തർക്കവും. ഇനിയെങ്കിലും ശ്രദ്ധി, പലവട്ടം പറഞ്ഞ് ഇപ്പൊ എനിക്ക് തന്നെ ഞാനിത് ആവർത്തിച്ച് എന്റെ തന്നെ തല തറക്കുന്ന അവസ്ഥയിലേക്ക് അയക്കുന്നു. അപ്പോൾ അതേപോലെയാണ് നമ്മൾ എപ്രകാരമാണോ ഒരു ശാരീരിക പ്രവർത്തനത്തിന് മുമ്പ് മാനസിക പ്രവൃത്തി നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശരീരം കൊണ്ട് ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ അതിന് എപ്രകാരം നമ്മൾ പ്രിപ്പയർ ആവുന്നു, അതേപോലെയാണ് സമ്പത്തിന്റെ കാര്യത്തിലും. ഒരു സമ്പത്ത് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന് തുല്യമായ സാമ്പത്തിക മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളിപ്പോ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ആ കൈ മുകളിലോട്ട് എടുക്കണമെങ്കിൽ മനസ്സുകൊണ്ട് ആദ്യം തീരുമാനിക്കണം
എന്റെ കൈ ഞാൻ മുകളിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ മാത്രമേ കൈ മുകളിലോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മളുടെ സമ്പത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇത്ര സമ്പത്ത് ഉണ്ടാവണം, ഇത്ര സമയത്തിനകത്ത് ഇത്ര സമ്പത്ത് ഞാൻ ഉണ്ടാക്കും എന്നുള്ള ചിന്ത നമ്മൾക്ക് ഇല്ലാതെ പോകുന്നു എന്നതാണ് പ്രാധാന്യം. ഇത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വിശ്വാസങ്ങൾ മാറാൻ തുടങ്ങുന്നു. ഇതാണ് ഇല്ലാത്തത്. നമ്മൾ ചെയ്യുന്നതൊക്കെ മറ്റൊരു രൂപത്തിലാണ് എന്ന്. എപ്പോഴും നമ്മൾ പണത്തെപ്പറ്റി വേദാന്തങ്ങൾ പറയാറുള്ളത് പണം എന്ന് പറയുന്ന ഒരു ഉപാധി മാത്രമാണ് എന്നും അത് ആത്മാവിന്റെ ആത്മീയ യാത്രയെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് എന്നുമുള്ളതാണ്. പണം ആത്മീയതയ്ക്ക് ഒരിക്കലും വിരോധമല്ല, പകരം അത് ആത്മീയതയുടെ ഉപാധിയായി മാറണം. എന്താണ് ആത്മീയത? അവനവനെ അറിയാനുള്ള ഉപാധിയായി മാറണം എന്നാണ് പറഞ്ഞത്. ഓരോ മനുഷ്യന്റെയും ആത്മാവിന് അവനവനെ അറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഉപാധിയാണ് അവൻ സമ്പത്തുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ് എന്നറിയുക. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമാണ് അർഹതയുള്ളവൻ സമ്പത്തിന് അർഹനാണ്, പക്ഷെ അഹങ്കാരമില്ലാതെ അതിനെ ചുമക്കുന്നവനാണ് യഥാർത്ഥ ധനവാൻ എന്നറിയുക. അർഹതയുള്ളവൻ സമ്പത്തിനും അർഹതയുള്ളവനാണ്, പക്ഷെ അഹങ്കാരമില്ലാതെ ഏവനാണോ അതിനെ ചുമക്കുന്നത് അവനാണ് യഥാർത്ഥ ധനവാൻ. അഹങ്കാരം എന്ന വാക്കിന്റെ അർത്ഥത്തിന് പല രൂപത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണമാണ് അഹങ്കാരം. അത് ഇല്ലായ്മയുടെ അഹങ്കാരവും മറ്റത് ഉള്ളതിന്റെ അഹങ്കാരം. രണ്ടും രണ്ടായിട്ട് എടുക്കുക. ഇത് എന്തും ഒരേപോലെ തന്നെയാണ്. ബൈബിളിൽ മത്തായി സുവിശേഷം 6:24 പറയുന്ന പ്രകാരമാണ്, നോ വൺ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ്. യു കനോട്ട് സെർവ് ബോത്ത് ഗോഡ്സ് ആൻഡ് മണി ടുഗദർ സെപ്പറേറ്റ്ലി. ഇറ്റ്സ് ടു ബി നോ വൺ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ്. യു കനോട്ട് സെർവ് ബോത്ത് ഗോഡ് ആൻഡ് മണി. രണ്ടും ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നായി തന്നെ കടന്നു മുമ്പോട്ട് പോയാൽ മതി എന്നാണ്. പണം ഒരിക്കലും ദുഷ്ടനല്ല. ദൈവത്തെ ആഗ്രഹിക്കുന്നവൻ പണത്തിനും ആഗ്രഹിക്കുന്നവനായിരിക്കും. അവനിൽ അതും ഉണ്ടായിരിക്കും, സമ്പത്തും ഉണ്ടായിരിക്കും എന്നാണ് ഈ പറഞ്ഞത്. രണ്ടും രണ്ടല്ല, ഒന്നായി കാണണം. പണം ഒരിക്കലും വിരുദ്ധമായ കാര്യമല്ല. അതിനോട് അനാവശ്യ ശക്തി കൈപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല എന്നറിയുക. ഇത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ സൂറത്തിലൊക്കെ പറയുന്ന ഒരുപാട് കാര്യം, ഞാനതൊക്കെ പറഞ്ഞു കുറേ പോകുന്നില്ല, ഒറ്റ കാര്യം മാത്രം പറഞ്ഞു പോകുന്നു. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പണം എന്ന് പറയുന്നത് നിങ്ങൾ ഓടിച്ചാടി പിടിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമേ അല്ല. അത് നിങ്ങളിൽ നിറഞ്ഞിരിക്കേണ്ട ദൈവികതയാണ് എന്നറിയുക. അതിനെ കൃത്യമായി പാലിച്ചു കൊണ്ടുപോയാൽ മതി. നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പിറകെ അങ്ങ് ഓടുകയാണ്. അതല്ല വേണ്ടത്. The example of those who spend their wealth in 4 ways, Allah is like spend, producing 7 years. 7 ചെവികളിലൂടെ അത് ഉണ്ടാക്കിയെടുക്കണം. എവറി ഇയർ ഓഫ് 100 ഗ്രെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഖുർആൻ വചനമാണ്. നമ്മൾ പല വഴികളിലൂടെ സമ്പത്ത് നമ്മളിലേക്ക് വരും. അതിനെ ചെലവഴിക്കുന്നതിനെ പറ്റിയിട്ട് അള്ളാഹു കൃത്യമായി നിർവചനം പറഞ്ഞ അത് പാലിക്കുന്നവൻ സമ്പത്തിന് ഉടമസ്ഥനായിരിക്കുമെന്നാ പറയും. പക്ഷെ നമ്മളോ ചെലവഴിക്കുന്നതിനെ പാലിക്കാറില്ല. സമ്പത്ത് എന്തുകൊണ്ട് നമ്മളിൽ ഇല്ല എന്ന് ചോദിച്ചതിൽ എന്ന് അന്വേഷിച്ചാൽ ഒറ്റ ഉദാഹരണം കിട്ടും. നമ്മൾ ചെലവഴിച്ചത് എന്തിനാണെന്ന് നമുക്ക് പോലും അറിയില്ല. അപ്പോൾ ദൈവികമായ സമ്പത്ത് നമ്മളിലേക്ക് തരാൻ അള്ളാഹു ഒരിക്കലും താല്പര്യപ്പെടില്ല എന്നറിയുക. കാരണം നിന്റെ കയ്യിൽ തന്ന ആ സൗഭാഗ്യത്തെ നിനക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല, വ്യക്തമായി നീ ഉപയോഗിച്ചില്ല എങ്കിൽ അടുത്ത സൗഭാഗ്യം നിങ്ങളിലേക്ക് തരുന്നത് നീ അതിനർഹനല്ല എന്ന് അള്ളാഹു തീരുമാനിക്കും. ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി ചെയ്യുന്നു. ഞാൻ ഒറ്റ കാര്യം പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്. നിങ്ങളിപ്പോൾ പണമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരോടാണ് ഈ ചോദ്യം. നിങ്ങൾക്കുണ്ടായ പണത്തെ നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റുമോ? അതിൽ മുഴുവൻ ഉണ്ടാവും നിങ്ങൾ അനാവശ്യമായിട്ടും ചിന്തിക്കാതെയും കാരുണ്യവാനായ ദൈവത്തിന് സ്തുതിക്കാതെയും നിങ്ങൾ ചെലവഴിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കത് സംഭവിച്ചത്.
വീട് വെക്കാൻ പോയി. ഒറ്റ ഒരു കടത്തിന്റെ കാര്യം മാത്രം ഞാൻ പറയാം വെറുതെ എളുപ്പത്തിൽ. വീട് വെക്കാൻ തുടങ്ങി. എത്ര രൂപയുടെ ബഡ്ജറ്റിലാണ് വീട് വെക്കുന്നത് ഒരു അന്തവുമില്ല. വീട് വെക്കാൻ തുടങ്ങി. 50 ലക്ഷം കയ്യിലുണ്ടായിരുന്നു. നല്ല വീട് വെക്കാൻ തുടങ്ങി. വീട് പണി തീർത്തപ്പോ 1.5 കോടി രൂപ. ദൈവികമായിട്ടാണോ ചെലവഴിച്ചത്? ബോധമില്ലാതെ ചെയ്തതിന്റെ ഫലം അനുഭവിക്കുക തന്നെ വേണമല്ലേ? താൻ ചെയ്തിടും കർമ്മത്തിൻ ഫലം താൻ അനുഭവിച്ചിടുകയും. മകളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. മകൾക്ക് ആദ്യം വിചാരിച്ചു ഓക്കെ ഒരു 18 പവൻ സ്വർണം കൊടുത്തിട്ട് സാരിയും വാരിയും കൊടുത്തിട്ട് ഒന്ന് കഴിച്ചു കളയാന്ന് കരുതി കല്യാണത്തിന് സാധനം മേടിക്കാൻ തുടങ്ങി മേടിച്ചപ്പോ 10 പവൻ 15 പവനായി 20 പവനായി. കല്യാണത്തിന് സദ്യയുടെ ആദ്യം തുടങ്ങി വെച്ചപ്പോ ആദ്യം നമ്മൾ കരുതി 2 ലക്ഷം രൂപ കൊടുത്താൽ ഹോളിൽ, ചെറിയ ബഡ്ജറ്റാ പറഞ്ഞു കേട്ടോ, 2 ലക്ഷം രൂപ കൊടുത്താൽ ഹോളിൽ തീർക്കാമെന്ന് കരുതി. അവസാനം മകളുടെ ചോയ്സ് എടുത്തു. ഇതുവരെ ഒരു ജോലിക്കും പോകാത്ത മകളുടെ ചോയ്സ് എടുത്തു. മകളുടെ ഭർത്താവ് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്റെ ചോയ്സ് എടുത്തു. മരുമകന്റെ എടുത്തു. അങ്ങനെ അവരെ കുടുംബത്തിന്റെ എല്ലാ ചോയ്സുകളും അംഗീകരിച്ചുകൊണ്ട് ഹോള് മാറ്റി. ഹോളിലെ വാടക മാത്രം 25 ലക്ഷം രൂപ. കാരണം എന്താ? എന്റെ കുടുംബ മഹിമ. എന്റെ കയ്യിൽ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന പൈസ 10 ലക്ഷമായിരുന്നു. 25 ലക്ഷം അവിടെ തന്നെ ആയി. അപ്പൊ മൊത്തത്തിൽ 40 ലക്ഷം രൂപ കല്യാണത്തിന് ചെലവാക്കി. ബാക്കി 28 ലക്ഷം രൂപ കടം. അള്ളാഹു ഇതെല്ലാം നിങ്ങളോട് പുറത്തു തരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ദൈവം ഇതെല്ലാം നിങ്ങളിൽ പുറത്തു തരുമെന്നാണ് ഈ പറഞ്ഞത്? എന്നിട്ട് പോയിട്ട് പറയണേ ദൈവമേ എങ്ങനെയെങ്കിലും എന്റെ കടം വീട്ടി തരണേ. എങ്ങനെ? ഇതല്ലേ ജീവിതത്തിൽ ഈ പറഞ്ഞ മൊത്തം ഈ കടത്തിന്റെ പിറകെ നടക്കുന്ന ആൾക്കാരുടെ മൊത്തം അവസ്ഥ ഇതല്ലേ? ഇനി മറ്റൊരു കാര്യം പറയാം. ഇതല്ല വേറൊരു കാര്യം കൂടി പറയും. ഇത് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഒരു സ്ഥലം മേടിക്കണം എന്ന് അന്വേഷിച്ച് നടന്നു. എന്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഒരു 30 ലക്ഷം രൂപയുണ്ട്. അപ്പൊ അതിനൊരു സ്ഥലം മേടിക്കാൻ വേണ്ടി പോയി. അതിലൊതുക്കുന്ന സ്ഥലമാണ് അന്വേഷിച്ച് നടന്നത്. അപ്പൊ ബ്രോക്കർമാർ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എല്ലാം കൂടി 70 ലക്ഷത്തിന് സ്ഥലം കച്ചവടാക്കി. ബാക്കി 40 ലക്ഷം രൂപ കടം. എന്നിട്ട് അടുത്ത ഡയലോഗ് എന്താണ്? എന്റെ ദൈവമേ എന്നു മുതലാണോ ഞാൻ ഈ സ്ഥലം എടുത്ത് അന്ന് മുതൽ എന്റെ കാര്യം കഷ്ടമായി. പിന്നെ ആ സ്ഥലത്ത് കൊടുക്കുന്ന എനർജി എന്താണ്? ആ സ്ഥലത്തിന്റെ അടുത്ത് പോകുമ്പോഴേ, അല്ലെങ്കിൽ വീടിന്റെ നേരത്തെ പറഞ്ഞ വീട്ടിൽ താമസിക്കുമ്പോൾ കിടന്ന് ഉറങ്ങുമ്പോഴേ ഒറ്റ ഓർമ്മ എന്താണെയോ? ഞാൻ ഈ വീട് കെട്ടിയെന്ന് മുതൽ ഞാൻ നശിച്ചു. എന്റെ കഷ്ടകാലം തുടങ്ങിയത് ഈ വീട് കെട്ടിയെന്ന് പറയും. കഷ്ടകാലം തുടങ്ങിയത് ആ വീട് കെട്ടിയെന്ന് മുതലാണ്. കാരണം നീയാണ് അതിനെ കഷ്ടകാലത്തിൽ ആക്കിച്ചത് എന്നുള്ള പറഞ്ഞു കൊടുത്താൽ മനസ്സിലായി. ഇല്ല സാറേ, ഇവിടെ എന്തോ ഒരു സാധനം ആരോ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ വെറുതെ മുമ്പിലെ പോയ മൊയിലാറും കാരണക്കാരനാവും. അല്ല അടുത്ത വീട്ടിലെ അവൻ മാങ്ങ തിന്നിട്ട് മാങ്ങ എണ്ടിയും ഇവിടെ കുഴിച്ചിട്ടുണ്ടാവും. കോഴിയായ കോഴി മുട്ടയും വെച്ചിട്ടുണ്ടാവും. എല്ലാം ഉണ്ടാവും. ഇത് നീ ബോധമില്ലാതെ ചെയ്തതാന്ന് അംഗീകരിക്കാൻ എത്ര പേർക്ക് പറ്റും? ഇതൊന്ന് മാറ്റി ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, മാറ്റി ചിന്തിക്കൂ. നിങ്ങളുടെ ചിന്തകളാണ് ഇതൊക്കെ മാറ്റിവെച്ചത് എന്ന്. അബദ്ധങ്ങൾ പറ്റാം, മനുഷ്യന് അബദ്ധങ്ങൾ പറ്റും, സർവ്വസാധാരണ. അബദ്ധം എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത് തന്നെ മനുഷ്യന് വേണ്ടിയിട്ട്. അത് അവന് പറ്റാനുള്ളതാണ്, പ്രത്യേകിച്ച്. പക്ഷെ അത് തിരുത്താനുള്ള കഴിവുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ബോധപൂർവം ചെയ്താൽ മതി. ഏത് കാര്യത്തിനെയും ബോധപൂർവം ചെയ്താൽ നമുക്ക് ഇതിനകത്ത് കിടക്കാം. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ ഇത് ഇങ്ങനെ പറഞ്ഞാൽ ഇതൊന്നും മനസ്സിലാവില്ല. ഞാനിതിനെ മറ്റു രൂപത്തിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു പോകുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യം കൃത്യമായി പറയേണ്ടത് ഇങ്ങനെയല്ല. പക്ഷെ ഇത് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ഇറ്റ്സ് എ വൈബ്രേഷണൽ എനർജി. എങ്ങനെയാണ്, ഞാൻ ഒറ്റ കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോഡിയിൽ വൈബ്രേഷൻ ഉണ്ടാവുന്നത്? എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ അതിനപ്പുറത്ത് വളരെ ലളിതമായി നിങ്ങളെല്ലാം ദൈവവിശ്വാസിയാണ്, അത് തന്നെ പറയാം. എന്താണ് ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത്? എന്താണ് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്? ഏതോ ഒരു എനർജി നമ്മളിൽ നിറയുകയാണ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം, അല്ലെ? ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ എനർജി നമ്മളിൽ നിറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ അത് പോസിറ്റീവോ നെഗറ്റീവോ എന്നത് അവരവർ തിരിഞ്ഞിരിക്കും. പക്ഷെ അതേപോലെ വൈബ്രേഷനുകളാണ് ഇതെല്ലാം. നമുക്ക് 10,000 ദിറംസ് രൂപയുണ്ട് എന്നതും 1 കോടി രൂപയുണ്ട് എന്നതും 5 രൂപ എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് നമ്മളിലുള്ള എനർജിയാണ്. ഈ എനർജിയെ നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ SMS ആയിട്ടും സ്റ്റേറ്റ്മെന്റ് എടുത്താൽ കാണുന്നതൊക്കെ ഇതുണ്ട് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാനുള്ള ഘടകം മാത്രമാണ്. അത് ഫിസിക്കലി അവിടെ ഉണ്ടോ ഇല്ലയെന്ന് ഈ നോട്ടുകെട്ടുകൾ, കടലാസിന്റെ പേപ്പർ നമുക്ക് തരുമ്പോൾ 500 നോട്ട് കാണുമ്പോൾ ഇത് 500 ആണ് എന്നുള്ള എനർജിയാണ് അവിടെ ഉള്ളത്. 500ന്റെ എനർജിയാണ് അതിനകത്തുള്ളത്, അല്ലാതെ മറ്റൊന്നും അതിനകത്തില്ല. അപ്പോൾ എവറിഥിങ് ഈസ് ഇൻ എനർജി. മാച്ച് ദ ഫ്രീക്വൻസി ഓഫ് ദ റിയാലിറ്റി യു വാണ്ട്
ആൻഡ് യു കനോട്ട് ഹെൽപ്പ് ബൈ ടു ഗെറ്റ് അത് റെക്ടിഫൈ റിയാലിറ്റി എന്ന്. അതായത് നമുക്കൊരിക്കലും ഇല്ലാത്തതിൽ നിന്ന് ഒരു റിയാലിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. ആദ്യം റിയാലിറ്റി നമ്മൾ മെനഞ്ഞെടുക്കണമെന്നാണ് പറഞ്ഞത്. അതായത് സമ്പത്തിന്റെ തരംഗങ്ങളിലേക്ക് നമ്മൾ ഉയരുകയാണ് വേണ്ടത്, അല്ലാതെ സമ്പത്തിന്റെ തരംഗങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുകയല്ല വേണ്ടത്, അതിലേക്ക് നമ്മൾ ഉയർന്നെത്തണം. ഇത് നമ്മൾ എനർജി കൊണ്ട് എത്തേണ്ട പ്രക്രിയയാണ്. ഇവിടെയാണ് വെൽത്ത് മാനിഫെസ്റ്റേഷൻ പോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുന്നത്. മെഡിറ്റേഷനിലൂടെ, മാനിഫെസ്റ്റേഷനിലൂടെ ഈ വൈബ്രേഷണൽ എനർജി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെയാണ് മണി മാനിഫെസ്റ്റേഷൻ പോലുള്ള സമ്പത്തിന്റെ മാത്രം പ്രതിപാദിക്കുന്ന നമ്മുടെ കോഴ്സുകളൊക്കെ ചെയ്യുന്നത്. അതിലൊക്കെ നിത്യവും ചെയ്യുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. കാരണം എന്താ അറിയോ, ഇത് മനസ്സിലാക്കണോ, നിങ്ങളുടെ എനർജി ഉയരണം. ഉയരുന്നതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ഉയരണമെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ട ഒരു കാര്യത്തിന്റെ പേരാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ ഉണ്ടായാൽ മാത്രമേ നമുക്ക് എനർജിയെ മുകളിലോട്ട് ഉയർത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കില്ലാതെ പോയ ഏറ്റവും വലിയ ഘടകം അതാണ്. ഇപ്പൊ കിട്ടണം, ഇതിന്റെ സ്പോട്ട് കിട്ടണം. അപ്പൊ എന്നാ പിന്നെ കുറച്ച് എനർജി കിട്ടാൻ ഷോക്ക് അടിച്ച് തരാന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റില്ല. ഷോക്കൊന്നും തരാൻ പറ്റില്ല, എനർജി ഷോക്കായിട്ടും തരാൻ പറ്റില്ല. സാറ് നേരിട്ടിങ്ങ് തരണം, അത് നടക്കൂല. ക്ഷമയോടെ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പോലുള്ള ജേർണലിംഗ് ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക, ഇമോഷൻസ് ആയിട്ട് ആങ്കറിങ് ചെയ്യുക, അങ്ങനെ നമ്മൾ പതുക്കെ അഫർമേഷൻ ചെയ്യുക. അങ്ങനെ പതുക്കെ നമ്മുടെ എനർജി ലെവലിനെ കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. വളരെ ലളിതമായി ഒന്നുകൂടി പറയാം. ഇങ്ങനെ മാറ്റി നിത്യമായിട്ടും സമ്പത്തിന്റെ ഒരു ദാസനായി അല്ലെങ്കിൽ സമ്പന്നനായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ എന്നും നിത്യവും സമ്പന്നനായി നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ എനർജി ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന വലിയ കോഴ്സ്, ഏറ്റവും വലിയ കോഴ്സ് അതാണ് നമ്മളുടെ മണി മാനിഫെസ്റ്റേഷൻ എന്ന വലിയ കോഴ്സിലേക്ക് പോകാം. ക്ഷമയോടെ പഠിക്കാനും ക്ഷമയോടെ അവനവന്റെ എനർജി ഉയർത്താനും താല്പര്യമുള്ളവർക്ക് മാത്രമുള്ള ക്ലാസ് ആണിത്. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കടന്നു വരാം. അവിടെ കാശും കൂടുതലാണ്, കാരണം കാശ് കൊടുത്താലേ കാശ് ഉണ്ടാക്കാൻ പറ്റും. അത് സത്യമായ കാര്യമാണ്. അതിന് യാതൊരു തർക്കവുമില്ല, ഒരു ഫ്രീയും ഇല്ല അതിനകത്ത്. കാശ് കൊടുത്ത് കാശ് നേടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇരുന്ന് പഠിക്കാം, മനസ്സിലാക്കാം. ഇതേപോലെ നമ്മുടെ ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിൽ ശില്പി നിർമ്മാതാവും എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ സമ്പത്ത് എത്രയാണെന്ന് നിർമ്മിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. എല്ലാവരെ കൊണ്ടും പറ്റും. അതിന്റെ ഫീസ് കുറച്ച് കൂടുതലാണ്, യാതൊരു തർക്കവും. കാരണം പിന്നെയും ഫീസ് പറയാം. നിങ്ങൾ എത്ര കോടിയാണ് ആഗ്രഹിക്കുന്നത് അത്രയും കോടി അനുസരിച്ച് ഞാൻ ഫീസും കൂട്ടും, അല്ലെ? അതല്ല സുഖം, അതാണ് രസം. നിങ്ങളുടെ കോടിയുടെ തളവ് കൂട്ടുന്നതനുസരിച്ച് ഞാൻ ഇവിടുത്തെ ഫീസിന്റെ അളവും കൂട്ടും. അങ്ങനൊന്നുമില്ല കേട്ടോ. നിങ്ങളെ ഉയർത്തിയെടുക്കേണ്ട അവനവനാണ്. ഇത്രയും ലളിതമായി നമുക്ക് പോകാൻ പറ്റും. ഫീസ് ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്തു, അഡ്മിനെ വിളിച്ച് ചോദിച്ചോളൂ. പബ്ലിക്കലി ഫീസ് പറയുമ്പോൾ സുഖമില്ല, വലിയ ഫീസാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിലെ ഫീസ് 50,000 രൂപയാണ് അതിന്റെ ഫീസ്. അത് ഓരോ തവണകളായിട്ടാണ് അടക്കേണ്ടത്. കാരണം എനർജി കൂട്ടി വരുന്നതനുസരിച്ച് തവണകളായിട്ട് അടക്കേണ്ട കോഴ്സാണ്, ഒറ്റയടിക്കല്ല. ആദ്യം 50%, പിന്നെ തവണകളായിട്ട്. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരാളെയും ഇതിനു വേണ്ടി നിർബന്ധിക്കില്ല. ഞങ്ങൾ അറിയാൽ നമ്മൾ ഒരാളെയും വിളിച്ചിട്ട് ഇന്ന കോഴ്സിൽ വരുമെന്ന് പറയാറില്ല. കാരണം നിങ്ങൾ അറിഞ്ഞിട്ടാണ് വരേണ്ടത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ മാറേണ്ടത് നിങ്ങളാണ്. നമ്മൾ ഇവിടെ പഠിപ്പിക്കാൻ തയ്യാറാണ്. വെറുതെ പഠിപ്പിക്കുകയല്ല, ചെയ്ത് പഠിച്ച് അനുഭവിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. കാശുണ്ടാക്കാൻ എങ്ങനെയൊക്കെ പറ്റും, എങ്ങനെയൊക്കെ കാശ് നമ്മളിൽ വരുന്നു എന്ന് പൂർണ്ണമായും തെളിയിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന ഓരോന്നും എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലായതുകൊണ്ട് എനിക്ക് 100% പറയാൻ പറ്റും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ കിട്ടില്ലേ എന്ന്. ഞാൻ നടന്നു വന്ന വഴികളിലൂടെയാണ്. ഇപ്പോൾ കോടീശ്വരനാണെന്ന് ആവുന്നത് എങ്ങനെയാണെന്നും അനുഭവത്തിൽ സീറോയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിലെത്തിയ അനുഭവം മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് മണി മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിവിടെ ഒരു SMS വന്നു. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ വായിക്കാം. ഒന്നുമില്ല, കാണിച്ചു തരാം. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയ മെസ്സേജ് ആണ്. 4,35,000 ക്രെഡിറ്റഡ് ഇൻ യുവർ അക്കൗണ്ട്. കാണിച്ചു തരാം. ഇതൊന്നുമില്ല, ഇത് നമ്മൾ എടുക്കുന്ന എനർജി അനുസരിച്ച് തന്നെ വരും. വിവിധമായ മാർഗങ്ങളുടെ പല ഇതിലേക്കും വന്നുകൊണ്ടിരിക്കും. ഒരു സംശയമില്ല. സമയം ഇല്ല. ആപ്പിലാണ് ക്ലാസ്സുകൾ. ആഴ്ചയിൽ ഒരു ദിവസം ലൈവ് ക്ലാസ്. നമ്മൾ എല്ലാ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ്. ആപ്പിൽ ക്ലാസ്സുകളും ആഴ്ചയിൽ ഒരു ദിവസം 1-2 ദിവസം ലൈവ് ക്ലാസ്സുകളും.
ബാക്കിയെല്ലാം പക്ഷെ മണി മാനിഫെസ്റ്റേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. 1-to-1 സെഷൻ ഉണ്ടാവും. അതിൽ നേരിട്ട് സംസാരിക്കും. നമ്മൾ 2 പേരും ഇരുന്ന് സംസാരിക്കും. അപ്പോൾ ആ കോഴ്സിൽ മാക്സിമം ഒരു ബാച്ചിൽ 10 പേരെ ഉൾപ്പെടുത്തുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും ഞായറാഴ്ചയോ മറ്റു ദിവസങ്ങളായിരിക്കും അവരുമായിട്ട് നേരിട്ട് സംവദിക്കുക. ആ നേരിട്ട് സംവദിച്ചിട്ട് മാത്രമാണ് എടുത്തത്. വെറുതെ ക്ലാസ് പഠിച്ച് പോകുന്ന പ്രക്രിയ അല്ല അത്. ഓരോ ഫൈൻ ട്യൂണിങ് നടത്തും. നിങ്ങളുടെ ഇന്ന വിശ്വാസമാണ് വ്യത്യാസം. ഇന്നലെ ഞാൻ ശ്യാം സാറിനോട് അഫർമേഷൻ എഴുതുമ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ ഈ എഴുത്തിനകത്ത് വ്യത്യാസം ഏതാണെന്ന് കാണിച്ച് പ്രാക്ടീസ് ചെയ്യും. പക്ഷെ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ 100% റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. എന്റെ കോഴ്സിൽ വന്ന പലരുടെയും റിസൾട്ട് അമേസിങ് റിസൾട്ട്, പക്ഷേ പലർക്കും വിശ്വസിക്കാൻ പറ്റാത്ത റിസൾട്ടുകളാണ് ഉണ്ടായത്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ആദ്യം ഒരു കോഴ്സിൽ വന്ന ഒരാൾക്ക് അയാളുടെ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ നിലവിൽ അയാൾക്ക് ശമ്പളം കിട്ടുന്നത് 1,60,000 രൂപയാണ്. അയാൾ പറഞ്ഞത് സാറേ എനിക്ക് ഒരു മാസം 1,10,000 രൂപയായിരുന്നു അയാൾക്ക് ശമ്പളം ഉണ്ട്. 1,10,000 സാലറി ആയിരുന്നു. അയാൾ പറഞ്ഞു എനിക്കിതിൽ ചേർന്ന് കഴിഞ്ഞാൽ ശമ്പളം ഒന്ന് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 100% കൂടി കിട്ടുമല്ലോ. അപ്പൊ എത്ര വേണമെന്ന് ചോദിച്ചു. 1,60,000 കിട്ടി കഴിഞ്ഞാൽ എന്റെ നിലവിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പോകും. ഞാൻ സന്തോഷപൂർവ്വം ഞാൻ റെഡിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? രണ്ടുപേരുടെ ഉദാഹരണം പറയാം. അവർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല സാർ, നല്ല അത്ര കിട്ടിയാൽ മതി, എല്ലാം മതി. ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. മൂന്നാമത്തെ ക്ലാസ് ആയപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ശമ്പളം 1,60,000 അല്ല 2,50,000 രൂപയാണ് നിങ്ങൾക്ക് എനിക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം. അതിനുവേണ്ടി തയ്യാറായിക്കോന്നു. പിന്നെയുള്ള എല്ലാ പ്രാക്ടീസുകളും 2,50,000 രൂപ മാസം ശമ്പളം കിട്ടുന്ന പ്രാക്ടീസ് ആയിരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾക്കിപ്പോ നിങ്ങൾക്ക് പോലും അയാൾക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിലായി വിശ്വസിക്കാൻ പറ്റിയില്ല. മൂന്നാമത്തെ ആഴ്ച അയാൾക്ക് പുതിയ ജോലി കിട്ടി. 2,60,000 രൂപ ശമ്പളത്തിൽ. ഓഫർ ലെറ്റർ അടക്കം സൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു കമ്പനി. പക്ഷെ ആ ഓഫർ ലെറ്റർ കൈ കിട്ടി. നമ്മളിവിടെ പ്രാക്ടീസ് കൃത്യമായി ചെയ്ത് പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ്. ഒരു സംശയമില്ല. കൃത്യമായി പോയി 2,60,000 ശമ്പളം കിട്ടി. പ്ലസ് വർഷാവർഷം 5% കമ്മീഷനും കമ്പനിയിൽ നിന്ന് കൊടുക്കാമെന്നുള്ള ഓഫർ ലെറ്റർ കിട്ടി. എന്തായിരിക്കും അവസ്ഥ? 3 ആഴ്ച കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം റിസൾട്ട് കിട്ടി. പക്ഷെ ആ മനുഷ്യൻ കാണിച്ചത് എന്താണെന്നറിയോ? ഒരു മാസം ഞാൻ ഇങ്ങനെ പുഷ് ചെയ്തിട്ടും ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കൊടുത്തില്ല. പേടിച്ചിട്ട്. 2,60,000 രൂപ ശമ്പളം കിട്ടുമെന്ന് സ്വയം അംഗീകരിക്കാൻ പറ്റുന്നില്ല. എത്ര ഇവിടുന്ന് ടെക്നിക്ക് പറഞ്ഞു കൊടുത്തിട്ടും പ്രാക്ടീസ് ചെയ്താലും അതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു പറ്റൂല സാർ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മളോട് റിസൾട്ട്. മറ്റൊരാളുടെ ഉദാഹരണം കൂടി പറയാം. 7,000, അതായത് UAE-യിലുള്ള ആളാണ്. 7,000 ദിർഹംസ് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ശമ്പളമുള്ള ജോലി വാങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നോളൂ, ജോയിൻ ചെയ്തോളൂ. ഓട്ടോമാറ്റിക് ജോയിൻ ചെയ്തു. 2ാമത്തെ ആഴ്ച പറഞ്ഞു എത്ര ശമ്പളം കിട്ടണം തീരുമാനിച്ചു. പറഞ്ഞു 15,000 ദിർഹംസ്, അതായത് നാട്ടിലെ 3,00,000 രൂപ ശമ്പളം കിട്ടിയാൽ ഞാൻ ഹാപ്പിയാന്ന് പറഞ്ഞു. എഴുതി വെച്ചു. പ്രാക്ടീസ് ചെയ്തു. 2ാമത്തെ ആഴ്ച ഇന്റർവ്യൂ കോൾ വന്നു. ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ശമ്പളം 16,200 ദിർഹംസ്, അതായത് 3,50,000 രൂപ ശമ്പളത്തിന് ഓഫർ ലെറ്റർ വന്നു. ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. തലങ്ങും വിലങ്ങും കറങ്ങി അടിച്ചിട്ട് ഇന്റർവ്യൂവിന് പോകാൻ സാധിക്കുന്നില്ല, പേടിച്ചിട്ട്. ഇങ്ങനെയുമുള്ള ആൾക്കാരുണ്ട്. മറ്റു ചില ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു മാസം എനിക്ക് 1 കോടി രൂപ ബിസിനസ് വേണമെന്ന് പറഞ്ഞു വന്ന ആൾക്കാരുണ്ട്. പറഞ്ഞത് അപ്പാടെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ 3.5 കോടി രൂപ ഒരു മാസം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഈ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിലുണ്ട്. ഇപ്പൊ ഒരു മാസം 3.5 കോടി രൂപ ബിസിനസ്. 1 കോടിയാണ് ടാർഗറ്റ് വെച്ച്. 60 ലക്ഷം രൂപ മാസം കച്ചവടം ചെയ്യുമ്പോഴാണ് ഈ കോഴ്സിന് വന്ന് ജോയിൻ ചെയ്തത്. വന്നിട്ട് ഇപ്പൊ ടാർഗറ്റ് സെറ്റ് ചെയ്ത് 1 കോടി മാസം ഉണ്ടായാൽ മതിയെന്ന്. പക്ഷെ ഇപ്പൊ 3.5 കോടി സന്തോഷപൂർവ്വം ചെയ്യുന്നു. ഒരു അതുമില്ല, സമയമില്ല. ഇപ്പോ നമ്മുടെ മറ്റു ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സമയം പോലും. ഞാൻ പറഞ്ഞു നിങ്ങൾ പങ്കെടുക്കേണ്ട, മറ്റു ക്ലാസ്സുകൾ ഒന്നും ആവശ്യമില്ല. എന്താണോ പഠിപ്പിച്ചത് അത് മാത്രം ഫോളോ ചെയ്താൽ മതി. മറ്റൊന്നിനെയും ഫോളോ ചെയ്യാൻ നിൽക്കാറില്ല. 100% കൂട്ടും. അങ്ങനെ ഓരോ ആളുടെ ഉദാഹരണം പറയാണ്. നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ 40,000 രൂപ മാസ വരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു വന്നാൽ 10,000 രൂപ പോലും ഇല്ലാതെ എന്നോട് പറഞ്ഞു 10,000 രൂപ മാസ വരുമാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നത് 40,000 രൂപ മാസ വരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു.
മൂന്നാമത്തെ മാസം 40,000 രൂപ മാസ വരുമാനം ഉണ്ടാക്കി ഇപ്പൊ സുഖസുന്ദരമായി നടന്നു പോകുന്നു. ഒരു ഇതുമില്ലാതെ നടന്നു പോകുന്നു. ഇതൊക്കെ ചെറു ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പൊ പണത്തെ എങ്ങനെയാണ് ആകർഷിക്കേണ്ടത്? നമുക്കെപ്പോഴും കടബാധ്യതയിൽ നിന്നും സമൃദ്ധിയിലേക്ക് എങ്ങനെ നമ്മൾ യാത്ര ചെയ്യണം? സബ് കോൺഷ്യസ്ലി എങ്ങനെയാണ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്തെടുക്കേണ്ടത്? സ്പിരിച്വൽ ലോ, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിന്റെ സ്പിരിച്വൽ ലോ എന്താണ്? ഇതറിയുക, പ്രാക്ടീസ് ചെയ്യുക. എനർജിയെ എങ്ങനെയാ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, നമ്മുടെ വേണ്ടാത്ത എനർജിയെ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ പഠിപ്പിക്കും. ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങൾ അവരവരെ മുമ്പിലേക്ക് എത്താനുള്ളതാണ്. മനസ്സിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ എല്ലാം സാധിക്കും എന്നുള്ളതാണ്. അറിയപ്പെടാത്ത ധനം ആകർഷിക്കാൻ ആദ്യം നിങ്ങൾ മനസ്സിനുള്ളിൽ സമ്പന്നനാകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, മണി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ ആരംഭിക്കാവുന്നതാണ്. ഇത്രമാത്രം ഇന്നത്തെ ക്ലാസ്സിൽ ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം. യെസ്, ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? എങ്ങനെയുണ്ട്